അപ്പൊ ഞാൻ വാദിയായിട്ട് കേസൊന്നുമില്ല കേട്ടോ, ക്ഷമിക്കണം. ഞാൻ നല്ലവനായത്. വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സമീപനം, അതായത് ക്രൈസ്തവ സഭകളോടുള്ള സമീപനം ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്ന് എങ്ങനെയാണ്? നല്ല രീതിയിലാണോ? ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റുമായിട്ട് ഞങ്ങൾ ചേർന്നാണ് പോകുന്നത്. തർക്കത്തിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ ക്രൈസ്തവ സഭകളെല്ലാം ഒന്നിച്ചുമാണ്. പരസ്പര വിരുദ്ധമാണോ എന്ന് മാധ്യമങ്ങളിൽ നിന്നൊരു ചോദ്യം ഇങ്ങോട്ട് വരാവുന്നതാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം. തിരുമേനിക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അമേരിക്കയിലുള്ള ആളുകളോട് പറയാനുള്ളത്, ലോകത്തിന്റെ ഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. മസ്കറ്റില് വെള്ളപ്പൊക്കമുണ്ടായി, വലിയ അപകടമുണ്ടായി, ഭൂകമ്പങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു, കാലാവസ്ഥ വ്യത്യാസപ്പെട്ടു വരുന്നു. അതുകൊണ്ട് അമേരിക്കയിലെ സമൃദ്ധി, ഇവിടുത്തെ ഫ്രീഡം ഇതെന്നും നിലനിൽക്കും എന്ന് വിചാരിച്ച് ഇന്ത്യയിലെ മലയാളികൾ ഇവിടെ മുഴുവനായി അങ്ങ് പറ്റിക്കൂടുന്ന രീതി ഒന്നുകൂടെ പുനർചിന്തിക്കണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. കേരളത്തിലെ ജനത സമുദായ ഭേദമന്യേ പരസ്പരം സ്നേഹിക്കണം. അതെങ്ങനെ സാധിക്കും എന്നൊരു ചോദ്യം ചോദിച്ചാൽ, കോതമംഗലത്ത് ഞാൻ താമസിക്കുന്നു, പുത്തൻകുരിശിൽ ഞാൻ താമസിക്കുന്നു. അവിടെയുള്ള ക്രിസ്ത്യാനികളെക്കാൾ ഹൈന്ദവരാണല്ലോ എന്നെ സ്നേഹിക്കുന്നു, മുസ്ലിങ്ങളാണല്ലോ എന്നെ സ്നേഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരസ്പര സ്നേഹത്തോടുകൂടെ അവന്റെ വേദന എന്റെ വേദനയായിട്ട് കാണാൻ, അവന്റെ ദാരിദ്ര്യം അതെന്റെ ആയിട്ട് കാണാൻ. അവൻ എന്റെ സഹോദരനാണ്. മറ്റൊരമ്മയുടെ വയറ്റിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരന്റെ ഉദരത്തിൽ, ദൈവത്തിന്റെ ഉദരത്തിൽ എല്ലാവരും ഒന്നാണ്. അങ്ങനെ സ്നേഹത്തോടുകൂടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് കഴിയുമ്പോൾ വേറൊരു പാർട്ടി ഭരണത്തിൽ വരും, അത് കഴിയുമ്പോൾ വേറൊരു ഭരണത്തിൽ, ഏത് പാർട്ടിയും ഭരണത്തിൽ വരട്ടെ, മനുഷ്യൻ എപ്പോഴും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഒന്നിച്ചും പോകാനായിട്ടുള്ള ക്രമീകരണം ഉണ്ടാകണം. വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോഴത്തെ പ്രശ്നം, ഞാൻ ഈ കാര്യത്തിൽ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ സാധിക്കുകയുമില്ല. മനസ്സില്ലാത്തതുകൊണ്ടല്ല, എന്റെ അറിവ് അതിന് മതിയായതല്ല, പ്രായവും അതിന് മതിയായതല്ല. എന്നാൽ ഒന്നുകൂടെ എടുത്തു പറയുമ്പോൾ ക്ഷമിക്കണം, 950 പുറകോട്ടുള്ള ആ രീതിയിൽ നിന്ന് എല്ലാ പാർട്ടികളുടെയും എല്ലാ സമുദായങ്ങളുടെയും വീക്ഷണഗതിയും പ്രവർത്തന രീതിയും ഒക്കെ മാറ്റിയല്ലോ. അപ്പൊ അതുപോലെ ബഹുമാനപ്പെട്ട ഗവൺമെന്റും അല്പം ചിന്തിച്ച് ക്രൈസ്തവ സഭകൾ ഇതെല്ലാം തങ്ങൾ വഴിക്കുണ്ടായി എന്നുള്ളത് അങ്ങനെ ഒരു ചിന്ത മാറ്റിവെച്ചിട്ട്, തങ്ങളുടേതെന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇതൊക്കെ ആരംഭിച്ചു തുടങ്ങി എന്നുള്ള ചിന്തയിലേക്ക് വരികയും കുറച്ചുകൂടെ വിട്ടുവീഴ്ചകളെന്നല്ല, സത്യവും യാഥാർത്ഥ്യവും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ബിഷപ്പിന്റെയും ഒരു നേതാവിന്റെയും കാര്യസാധ്യത്തിന് വേണ്ടി ആരും ഒരു സ്ഥാപനം തുടങ്ങിയിട്ടില്ല. സമൂഹത്തിന്റെ നന്മയ്ക്ക്. അപ്പൊ അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്ത്, അപ്പൊ ഇതിന്റെ ഈ പ്രശ്ന പരിഹാരത്തിന് തിരുമേനിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സജഷൻ, എന്തെങ്കിലും? എന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വാക്കിൽ അല്ലെങ്കിൽ 2 വാക്കിൽ നിർദ്ദേശിക്കാൻ മാത്രമുള്ള പ്രാപ്തി എനിക്കില്ലല്ലോ. പക്ഷേ ഞാനൊന്ന് പ്രഖ്യാപിച്ചു, ഞാനൊന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ അതിൽ തന്നെ നാടൻ ഭാഷയെ പറഞ്ഞ കടിച്ചു തൂങ്ങി നിൽക്കാതെ കുറച്ചുകൂടെ ഇരുന്ന് അഡ്ജസ്റ്റ്മെന്റിന്, അതെ, ഈ വിദ്യാർത്ഥികളുടെ, അവരുടെ രക്ഷകർത്താക്കളുടെ മനോവേദനയ്ക്കൊരു വിലയില്ല എന്ന് ആരും കാണരുത്. സ്ഥാപനങ്ങളുടെ നേതാക്കൾ കാണരുത്, ബഹുമാനപ്പെട്ട ഗവൺമെന്റ് കാണരുത്. നന്മ വരാൻ വിട്ടുവീഴ്ചകൾ ചെയ്യാതെ നന്മ വരില്ലല്ലോ.
ഈശ്വരൻ മനുഷ്യനിൽ ഇറങ്ങി വന്ന് യേശുക്രിസ്തു ലോകത്തിൽ മനുഷ്യനായിട്ട് വരുമ്പോൾ തന്നെ ഈ ഭാരതത്തിൽ ഋഷിമാരുടെ ആ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ പരിശുദ്ധത നിലനിന്നല്ലോ. ഇതൊക്കെ അറിയാവുന്ന ഒരു രാജ്യമല്ലേ ഇത്. അപ്പോ ഈശ്വരന് മനുഷ്യനോട് ഏകീഭവിക്കാമെങ്കിൽ, സമുദായ ഭേദമന്യേ എല്ലാവരും അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. സമുദായങ്ങളും ഗവൺമെന്റും അതുപോലെ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരും തമ്മിലെല്ലാം കുറച്ചുകൂടെ ഇരുന്ന് ചിന്തിച്ച് ഒരു ഐകമത്യത്തോടുകൂടെ പോകണം. ഗവൺമെന്റിനെ താറടിക്കുന്നതല്ല ശരി, ക്രൈസ്തവ സഭകളെ ഹനിക്കുന്നതുമല്ല ശരി. ക്രൈസ്തവ സഭകൾ എന്നും ഒരുമിച്ച് നിൽക്കും, പക്ഷെ അത് നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിന് ക്രൈസ്തവ സഭകൾ ഒന്നിച്ചു നിൽക്കും. ഇവര് ഒരുമിച്ച് ഗവൺമെന്റും മറ്റ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ ഒരു പരിഹാരം കാണുവാൻ സത്യമാവും. ഇപ്പോൾ പല ചർച്ചകൾ നടന്നെങ്കിലും അതങ്ങോട്ട് പൂർണ്ണമായില്ലല്ലോ. അപ്പോ കേരളത്തിലെ തന്നെ ലോകത്തെ ഭരിക്കാൻ മതിയായ പ്രാപ്തന്മാരായ ആളുകളുണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ അവര് ബഹുമാനപ്പെട്ട ഗവൺമെന്റും പ്രതിനിധികളും സമുദായത്തിന്റെ പ്രതിനിധികളൊക്കെ ഒരല്പം ഒതുങ്ങി നിന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും 3-4 പേരെ കണ്ടുപിടിച്ച് അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നവര്, അല്ലെങ്കിൽ അതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഗവർണർമാരായി നിന്നവര്, സ്ഥാനമാനങ്ങൾ വഹിച്ചവര്, സമർത്ഥന്മാരായവരൊക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ഇങ്ങനെ കണ്ടു നിൽക്കല്ലേ. അപ്പോൾ അത് ഗവൺമെന്റും സഭകളും സ്വല്പം കൂടെ ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് പരിഹാരം വരുത്തിയില്ലെങ്കിൽ ഇനി കുറെ കൂടെ വഷളാവുകയുള്ളൂ. അപ്പോൾ അത് പരിഹാരം വരുത്തണം. ഞാൻ ഒരു മനുഷ്യനായി ഇവിടെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്റെ മനസ്സിന്റെ ആഗ്രഹവും ചില അനുഭവങ്ങളും ഞാൻ പങ്കുവച്ചു. തീരുമാനമല്ല, ഒരു അഭിപ്രായം, നമ്മുടെ ഒരു കാഴ്ചപ്പാട്, തീരുമാനയുടെ കാഴ്ചപ്പാട് തീർത്തേ മതിയാവുള്ളൂ. എന്തായാലും കേരളത്തിലെ ജാതിഭേദമന്യേ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ബാവ തിരുമേനിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ കൈരളി TV USA ലഭിച്ച ഈ അവസരത്തിന് തിരുമേനിയോട് നന്ദി പറയുകയാണ്. ശിവനെ ക്രമീകരണം ചെയ്തത് നന്ദിയോടെ സ്മരിക്കുന്നു. ഡോക്ടർ റോയ് തോമസ് അതിനുവേണ്ടി ക്രമീകരിച്ച് നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ കേരളം ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിച്ചേരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈരളിയുടെ മുന്നേറ്റം പറഞ്ഞാൽ മാധ്യമരംഗത്തുള്ള മുന്നേറ്റം സന്തോഷത്തോടെ കാണുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.